നല്ലൊരു നാടൻ വിഭവമായ കോഴി നിറച്ചതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. പുഴുങ്ങിയ മുട്ടയും ഉള്ളി മസാലയും ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കോഴി നിറച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു ചിക്കന് ആവശ്യമായ അത്രയും ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 800 ഗ്രാമിൻ്റെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിനാവശ്യമായ ഉപ്പാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒട്ടും വെള്ളം ചേർക്കണ്ട. നമ്മൾ ചേർത്തിരിക്കുന്ന നാരങ്ങ നീര് മാത്രം മതി ഇത് മിക്സ് ആവാൻ. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒക്കെ യൂസ് ചെയ്യാം. ഇതിവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ 800 ഗ്രാമിൻ്റെ ഒരു ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തതാണിത്. ഞാൻ ഈ ചിക്കൻ്റെ സ്കിന്ന് കളഞ്ഞിരുന്നു, പക്ഷേ ഇതിൻ്റെ വിങ്സ് ഒന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. നമ്മളിത് മസാല എല്ലാം പുരട്ടിക്കഴിഞ്ഞ് കൈ കെട്ടിക്കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വിങ്സ് ആവശ്യമുണ്ട്, എങ്കിലേ നമുക്ക് നന്നായിട്ട് കെട്ടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ വിങ്സ് ഒന്നും കട്ട് ചെയ്ത് കളയണ്ട. ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഇതുപോലെ ഓരോ കീറലിട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ മസാല നന്നായിട്ട് പിടിക്കുകയും പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. എല്ലാ ഭാഗത്തും ഇതുപോലെ ഓരോ കീറലിട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കൻ നമ്മൾ റെഡിയാക്കിയ മസാലയിലിട്ട് നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കാം. നമ്മൾ കീറലിട്ട ഭാഗത്ത് അതിൻ്റെ ഉള്ളിലും എല്ലാ ഭാഗത്തും ഒരുപോലെ നന്നായിട്ട് മസാല പിടിപ്പിക്കുക. ചിക്കൻ്റെ ഉൾഭാഗത്തൊക്കെ മസാല പുരട്ടി കൊടുക്കണം. ഇതുപോലെ മസാല പുരട്ടിയിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും ഇതുപോലെ വെക്കണം. ഓവർനൈറ്റ് വെച്ചാൽ നല്ലതാണ്. കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും ഇതുപോലെ മസാല പുരട്ടി വെക്കുക. ഇനി നമുക്ക് ചിക്കനിൽ നിറക്കാനുള്ള ഉള്ളി മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയാണെങ്കിൽ 2 എണ്ണം എടുക്കുക. ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുക. അതുപോലെ 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുക. അല്പം കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകൊക്കെ വഴറ്റി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഞാനിവിടെ 8 കശുവണ്ടിയാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ അണ്ടിപ്പരിപ്പ് നമുക്ക് ഈ ഉള്ളിയിലേക്ക് ചേർക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇവിടെ ഏകദേശം ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയൊക്കെ ചേർത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഉള്ളി മസാലയാണിത്. ഇത് ഞാനൊരു ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ 2 മുട്ടയും കൂടി പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളി മസാലയിൽ നിന്നും പകുതി എടുത്ത് ആദ്യം ചിക്കൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് നിറച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. 2 മുട്ട എടുത്തിരുന്നെങ്കിലും 1 മുട്ട മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളുന്നുള്ളൂ. ഇത് ചെറിയ ചിക്കൻ ആയതുകൊണ്ട് 1 മുട്ട മാത്രമേ വെക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അല്പം വലിയ ചിക്കൻ ആണെങ്കിൽ 2 മുട്ട ഈസി ആയിട്ട് വെക്കാൻ പറ്റും. ബാക്കി ഉള്ളി മസാല മുഴുവനും നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് സൂചി നൂല് ഉപയോഗിച്ചിട്ടൊന്ന് തുന്നിയെടുക്കണം. അല്ലെങ്കിൽ ഈ മസാലയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് പോകും. സൂചി നൂല് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമുക്ക് ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കാൻ. നമ്മൾ തുന്നാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗത്ത് അല്പം നൂല് ബാക്കി വെക്കണം, ലാസ്റ്റ് കെട്ടിയിടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡ്രസ്സ് തുന്നുന്ന പോലെ തന്നെ ഇത് തുന്നിയെടുക്കാം. കീറലുള്ള ഭാഗം മാത്രം തുന്നിയാൽ മതി. ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് തുന്നിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് തിരിച്ച് തുന്നിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ബാക്കി വെച്ച ആ ഭാഗത്തെ നൂലുമായിട്ട് ഇത് കെട്ടിക്കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് വേണം കെട്ടാൻ. ചിക്കൻ പരസ്പരം അകന്ന് നിൽക്കാത്ത വിധത്തിൽ ടൈറ്റായിട്ട് കെട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ മസാല പുറത്തേക്ക് വരും നമ്മൾ തിരിച്ചിടുന്ന സമയത്തൊക്കെ.
കെട്ടിയതിന് ശേഷം ഈ സൂചി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. സൂചി കട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഇനി നമുക്കിതിൻ്റെ 2 കാലും ഇതുപോലെ പിടിച്ച് ക്രോസ് ആയിട്ട് വെച്ചതിന് ശേഷം അതും കെട്ടിയിടാം. നൂല് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഇതിൻ്റെ കാലും കൂടി നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇളകിപ്പോകാത്ത രീതിയിൽ നന്നായിട്ട് കെട്ടിക്കൊടുക്കണം. കാല് കെട്ടിയതിന് ശേഷം നമുക്കിതിൻ്റെ കൈയും കൂടി ഒന്ന് കെട്ടിക്കൊടുക്കാം. 2 സൈഡിലുള്ള വിങ്സും പിടിച്ച് നന്നായിട്ട് അതും ഒന്ന് കെട്ടിക്കൊടുക്കാം. ചിക്കൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വിങ്സ് കട്ട് ചെയ്ത് കളയണ്ട. വിങ്സ് ഇല്ലെങ്കിൽ നമുക്കിതുപോലെ കെട്ടിക്കൊടുക്കാൻ കഴിയില്ല. ഇതിൻ്റെ കാലും കൈയൊക്കെ ഞാൻ നന്നായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലോ അല്ലെങ്കിൽ ഗീ, ബട്ടർ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിക്കാം. ഇതിൻ്റെ അടപ്പിന് ഇതുപോലെ ഹോൾ ഉണ്ടെങ്കിൽ അലൂമിനിയം ഫോയിലോ മറ്റോ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ചൂട് നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചിക്കൻ വെന്തോളും. ഈ ചിക്കൻ ഒരു ഭാഗം ഒരു 15 മിനിറ്റും മറ്റേ ഭാഗം ഒരു 10 മിനിറ്റും വേവിച്ചാൽ മതിയാവും. അല്പം വലിയ ചിക്കൻ ആണെങ്കിൽ 4-5 മിനിറ്റ് കൂടുതൽ വേണ്ടി വരും. നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഒരു 15 മിനിറ്റ് ഇതിൻ്റെ ഒരു ഭാഗം വേവിക്കാം. നല്ല ഓട്ടുരുളി അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ വലിയ ചീനച്ചട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഈ ചിക്കൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോൺ സ്റ്റിക്ക് പാത്രം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്ത് ഇതിൻ്റെ മറ്റേ ഭാഗവും കൂടി നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലിപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. നമ്മൾ അടച്ചു വെച്ചതുകൊണ്ടാണ്. അത് പ്രശ്നമില്ല. മറ്റേ സൈഡും കൂടി വേവുമ്പോഴേക്കും ആ വെള്ളമൊക്കെ അങ്ങ് വറ്റിക്കോളും. നമുക്ക് വീണ്ടും ഈ ചിക്കൻ അടച്ചു വെച്ച് ഇതിൻ്റെ മറ്റേ സൈഡ് ഒരു 10 മിനിറ്റ് കൂടി നന്നായിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. നമ്മൾ തിരിച്ചിട്ട ഭാഗം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം വേവിച്ച ഭാഗം ഒന്നുകൂടി നന്നായിട്ട് മൊരിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഭാഗം നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെക്കണ്ട. ഇതുപോലെ ചിക്കൻ്റെ എല്ലാ ഭാഗവും ഒന്ന് തിരിച്ചു മറിച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം അല്പം കൂട്ടി വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. എല്ലാ സൈഡും ഇതുപോലെ ഓരോ ഭാഗവും മൊരിച്ചെടുത്ത് അതിനുശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ചിക്കൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കെട്ടിവെച്ച നൂല് എല്ലാ ഭാഗത്തുനിന്നും കട്ട് ചെയ്ത് കളയാം. കൈയിൻ്റെയും കാലിൻ്റെയും നൂല് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തുന്നിക്കൊടുത്ത നൂലും കൂടി നമുക്ക് ഇളക്കിയെടുക്കാം. നൂല് ഒട്ടും ഇതിൽ ബാക്കി ഉണ്ടാവാതെ സൂക്ഷിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നന്നായിട്ട് വെന്തതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഉള്ളി മസാലയൊക്കെ ചിക്കൻ്റെ ഫ്ലേവറും കൂടി ഇറങ്ങി വളരെ ടേസ്റ്റിയായി മാറിയിട്ടുണ്ടാവും. നമുക്ക് പെരുന്നാളിനും പുതിയാപ്ല തക്കാരത്തിനുമൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം. താങ്ക്